ഭർത്താവ് മരിച്ചപ്പോൾ 7,000 കോടി രൂപയുടെ കടബാധ്യതയുള്ള കഫേ കോഫി ഡേ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഉണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന്റെ ഭാര്യ ഏറ്റെടുത്തു. 1996 VG സിദ്ധാർത്ഥ ഈ സ്ഥാപനം സ്ഥാപിക്കുന്നത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഈ ബിസിനസ് വളർന്ന് 1700-ലധികം ഔട്ട്ലെറ്റ്സ് ഉണ്ടായി. അങ്ങനെ CCD എന്ന് പറയുന്ന ഈ ബ്രാൻഡ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കോഫി ബ്രാൻഡായിട്ട് മാറുകയായിരുന്നു. പക്ഷേ അതിവേഗത്തിലുള്ള വിപുലീകരണം അദ്ദേഹത്തെ വലിയ കടത്തിലേക്കാണ് നയിച്ചത്. 2019 അദ്ദേഹം ആത്മഹത്യ ചെയ്തു. അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് ഏകദേശം 7,000 കോടി രൂപയുടെ കടബാധ്യതയാണ് ആ ഒരു ബ്രാൻഡിനുണ്ടായിരുന്നത്. സിദ്ധാർത്ഥന്റെ ഭാര്യയ്ക്ക് ഈ കമ്പനി ഏറ്റെടുക്കുക എന്നത് ഒരു വലിയ വെല്ലുവിളി തന്നെയായിരുന്നു. CEO എന്ന നിലയിൽ അവർക്ക് വലിയ വെല്ലുവിളികളും നേരിടേണ്ടി വന്നു. പക്ഷെ അവർക്ക് ഒരേ ഒരു ലക്ഷ്യം മാത്രമുള്ളൂ: CCDയുടെ കടം കുറയ്ക്കുക, മാത്രമല്ല ഈ ബ്രാൻഡിനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തിയെടുക്കുക. അതിനായിട്ട് അവർ ചെയ്തത് കോഫിയുടെ വില വർദ്ധിപ്പിക്കുകയല്ല, പകരം നഷ്ടത്തിലായിരുന്ന പല ഔട്ട്ലെറ്റ്സും അടച്ചുപൂട്ടി. മാത്രമല്ല ഉയർന്ന ഗുണനിലവാരമുള്ള അറബിക്ക എന്ന് പറയുന്ന ഒരു കോഫി ബീൻസ് ഇവർ എക്സ്പോർട്ട് ചെയ്യാനും തുടങ്ങി. ഈ കോഫി വിളവെടുത്തത് ഇവരുടെ തന്നെ 20,000 ഏക്കറോളം വരുന്ന തോട്ടത്തിലായിരുന്നു. ഇതുവഴി 7,000 കോടി രൂപ കടബാധ്യതയുള്ള ഈ കമ്പനിയുടെ കടം വെറും 465 കോടി രൂപയായി കുറഞ്ഞു. ധൈര്യവും ക്ഷമയും കൂടെ ഉണ്ടെങ്കിൽ ഏത് തകർന്നടിഞ്ഞ സാമ്രാജ്യത്തെ പോലും രക്ഷപ്പെടുത്തിയെടുക്കാമെന്ന് പറയുകയാണ് മാളവിക സിദ്ധാർത്ഥ്.